نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസികളായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന 18-ാം തീയതി ഡിസംബർ മാസം 18 ലോക വ്യാപകമായി തന്നെ ഇന്റർനാഷണൽ അറബിക് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അൽ യൗമുൽ ആലമി ലിലുഗത്തിൽ അറബിയ. 2012 മുതൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അൽ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ പ്രഖ്യാപിച്ചതാണ് ലോകത്തുള്ള പ്രധാന ഭാഷകൾക്ക് വേണ്ടി അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഓരോ ദിനങ്ങൾ. ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ, ചൈന, ഫ്രഞ്ച് എന്നീ ഭാഷകൾക്ക് ശേഷമാണ് അറബി ഭാഷക്ക് ഇങ്ങനെയൊരു UN-ന്റെ അംഗീകാരം ലഭിക്കുന്ന ഭാഷയായി മാറുന്നത്. നമുക്കറിയുന്നത് പോലെ ഇന്ന് ലോകത്ത് 25ഓളം രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയാണ് അറബി ഭാഷ. ഒരു കണക്കനുസരിച്ച് 400 മില്യൺ ആളുകൾ അവരുടെ ഔദ്യോഗിക ഭാഷ എന്ന നിലയ്ക്ക് അറബി ഭാഷ സംസാരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അറബി ഭാഷക്ക് മറ്റു ഭാഷകൾക്കില്ലാത്ത ഒരുപാട് സാധ്യതകളും അതേപോലെ തന്നെ പ്രത്യേകതകളും പറയപ്പെടുന്നുണ്ട്. അറബി ഭാഷയിലെ പദങ്ങളുടെ ഏറെക്കുറെ ഒരു കണക്ക് എന്ന് പറയുന്നത് 12 മില്യൺ. അഥവാ അതിനെക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ, ഇംഗ്ലീഷ് ഭാഷയിലെ പദങ്ങളെക്കാൾ 25 ഇരട്ടി പദങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടത്രേ. മലയാളക്കരയിൽ നമുക്കറിയാം, നമ്മുടെ മക്കൾ മതവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മദ്രസയിൽ വെച്ച് പഠിക്കുന്നതിന് പുറമെ ഔദ്യോഗികമായി തന്നെ കേരളത്തിൽ അറബി ഭാഷ പഠിക്കുവാനും
അറബി ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അറബി ഭാഷ ഒരു ജീവിത മാർഗമായി തന്നെ സ്വീകരിക്കുവാനും എമ്പാടും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് മലയാളക്കര. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ LP സ്കൂൾ മുതൽ LPയിലും UPയിലും HSലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വരെ അവിടുന്ന് അങ്ങോട്ട് അറബി ഭാഷയിൽ ഔദ്യോഗികമായി റിസർച്ച് PhD ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കടക്കം അറബി ഭാഷയ്ക്ക് കേരളത്തിൽ സാധ്യതകളുണ്ട്. അറബി ഭാഷയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ എന്ന് ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായി തന്നെ ഈ സ്ഥാപനങ്ങളിലൊക്കെ LP UP HS ഹയർ സെക്കൻഡറി കോളേജ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അറബി ഭാഷ പഠിപ്പിച്ച് അതിലൂടെ ജീവിക്കുന്ന നിരവധി അധ്യാപകരുണ്ട്. ഇത് ഗവൺമെന്റ് തലത്തിലുള്ളതാണ്. ഗവൺമെന്റ് തലത്തിൽ തന്നെ ടീച്ചിങ്ങിന് പുറമെ എംബസി തലങ്ങളിലും അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകളിലും ഒക്കെ നിരവധി ജോലി സാധ്യതകൾ അറബി ഭാഷക്കുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ ഇതിനൊക്കെ പുറമെ ടൂറിസം രംഗത്തായിരുന്നാലും അതേപോലെ തന്നെ മെഡിക്കൽ രംഗത്തായിരുന്നാലും ഒക്കെ ഒരുപാട് സാധ്യതകൾ അറബി ഭാഷക്കുണ്ട് എന്നുള്ളത് മലയാളക്കരയുടെ പ്രത്യേകതയാണ്. അറബി ഭാഷ നന്നായി പഠിച്ച് അത്യാവശ്യം അറബിയും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു പഠനം കഴിഞ്ഞ വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ ഒരു ചെറുപ്പക്കാരി അവർക്ക് നമ്മുടെ മലയാളക്കരയിലെ ഒരു സാഹചര്യം അനുസരിച്ച് വെറുതെ നിൽക്കേണ്ടതില്ലാത്ത അത്രയും സാധ്യതകൾ അറബി ഭാഷക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മതപരമായ അതിന്റെ ഒരു തലം അത് എമ്പാടും വേറെ പറയാനുണ്ട്. ഭൗതികമായ അർത്ഥത്തിൽ തന്നെ അറബി ഭാഷക്കുള്ള സാധ്യതകൾ പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ ഓറിയന്റൽ ഹൈസ്കൂളുകളിൽ 1ാം ഭാഷയും 2ാം ഭാഷയും അറബിയാണ്. അവിടെ അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ അതല്ലാത്ത സാധാരണ ജനറൽ സ്ട്രീമിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ അവർക്ക് അവിടെ 2 സാധ്യതകളുണ്ട്. മെയിൻ ലാംഗ്വേജ് അറബിക്ക് തിരഞ്ഞെടുക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അറബി അല്ലാതെ മലയാളമോ ഉറുദുവോ സാൻസ്ക്രിറ്റോ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് സാധിക്കും. നമ്മുടെ പല രക്ഷിതാക്കളോടും അറബി ഭാഷയുടെ സാധ്യത പറഞ്ഞ് അറബിക്കിന് ചേരണമെന്ന് പറയുമ്പോൾ അവരിൽ പലരും മറ്റു പലതിലേക്കും തെരഞ്ഞെടുത്ത് പോകുന്നു. നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്ങനെ ഒരു സാധ്യതയില്ലാതെ അതിലേക്ക് പോവില്ല. എന്നാൽ മറ്റു സ്ഥാപനങ്ങളിൽ ഇത് പറയുമ്പോൾ മറ്റു പലരും മറ്റു ഭാഷകൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ നമുക്കറിയാം അറബി ഭാഷയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് മക്കളെ പഠിപ്പിക്കുന്നത് എങ്കിൽ ഖുർആനും ഹദീസും അറബി സാഹിത്യവുമാണ് അവർക്ക് പഠിക്കാൻ ലഭിക്കുന്നത്. എന്നാൽ അല്ലാത്ത സ്ഥാപനങ്ങൾ അല്ലാത്ത ലാംഗ്വേജ് അവർ തിരഞ്ഞെടുക്കുമ്പോൾ മലയാളമായിരിക്കട്ടെ മറ്റേതായിരിക്കട്ടെ ഏതൊക്കെയോ വേദങ്ങളും അതേപോലെ തന്നെ ഉപനിഷത്തുക്കളും അതേപോലെയുള്ള പുരാണങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ ആ ഒരു തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനുമാണ് കുട്ടികൾക്ക് അവസരം ലഭിക്കുക. ഇത് രക്ഷിതാക്കളായ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ടതാണ്. ഓറിയന്റൽ ഹൈസ്കൂളിന് അപ്പുറത്ത് ഏത് സ്ഥാപനത്തിൽ നമ്മളെ മക്കളെ ചേർക്കുമ്പോഴും നമ്മുടെ ഭാഷയോട് നാം കാണിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു നിരാശ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം മറ്റ് ഏതൊരു ലാംഗ്വേജ് ഇപ്പൊ ഇംഗ്ലീഷിൽ ഡിഗ്രി കഴിഞ്ഞ PG കഴിഞ്ഞ ഒരു കുട്ടിക്ക് ലഭിക്കുന്നതിനേക്കാളും വലിയ സാധ്യത ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ എത്രയോ ഇരട്ടി സാധ്യത അറബിക്കിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞ കുട്ടിക്കുണ്ട് എന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവനും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ഡൗട്ടും ഒരു സംശയവും ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതില്ല. മറ്റേത് ലാംഗ്വേജ് മറ്റേത് സ്കീം നിങ്ങൾ തെരഞ്ഞെടുത്ത് പഠിച്ചാലും മക്കൾ അത് തെരഞ്ഞെടുത്താലും അവിടെ ലഭിക്കുന്നതിനേക്കാളും ഭൗതികമായ പാരത്രികമായ ഒരു സാധ്യത ഞാൻ മറ്റൊരു റൂട്ടിൽ പറയാം. ഭൗതികമായ അർത്ഥത്തിൽ തന്നെ ഭൗതികമായ അർത്ഥം എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടണം, PG കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ BEd പൂർത്തിയാക്കിയാൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പിന്നെ ഇതനുസരിച്ച് ഒരു സിലബസ് അനുസരിച്ച് ആ കുട്ടി പഠിച്ചാൽ ആ കുട്ടിക്ക് ഒരു 22 വയസ്സാകുമ്പോൾ 23 വയസ്സാകുമ്പോൾ സെറ്റിൽ ആവണം, സ്വന്തമായിട്ടൊരു ഇൻകം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മലയാളക്കരയിൽ ഇന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പഠന സിലബസ് ആണ് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത്. 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും.
മനോഹരമായി അറബിയും ഇംഗ്ലീഷും അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജും ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ കുട്ടിയെ ഏറ്റെടുക്കുവാനും കൊത്തിക്കൊണ്ടു പോകുവാനും, അങ്ങനെ തന്നെ പറയാം, കൊത്തിക്കൊണ്ടു പോകുവാനും എത്രയോ കമ്പനികൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഏബിളായ സ്കില്ലുള്ള അത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറവാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് മലയാളക്കരയിലോ വിദേശ രാജ്യങ്ങളിലോ എമ്പാടും സാധ്യതകളുണ്ട്. ഇത് 100% വിശ്വസിച്ച് ഈ മുൻപിൽ വെച്ച് എനിക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ പഠനം തിരഞ്ഞെടുക്കുമ്പോൾ LP സ്കൂൾ മുതൽ അല്ലെങ്കിൽ UP സ്കൂൾ മുതൽ അവരുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോഴും 10th പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ +2 പൂർത്തിയാക്കി ഏത് റൂട്ടിലേക്ക് തിരിച്ചുവിടണമെന്ന് ചിന്തിക്കുമ്പോഴും അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ള ഒരു ചാൻസ് ഒരു കുട്ടിക്കുണ്ട് എങ്കിൽ, ആ കുട്ടി അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ പഠിപ്പിച്ചാൽ നമുക്ക് തരക്കേടില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ, ഒന്ന് സത്യമാണ്, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഭൗതികമായ അർത്ഥത്തിൽ ഒരു നിലക്കും ഒരു രക്ഷിതാവിന് ഒരു കുട്ടിക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതിനപ്പുറത്തേക്ക്, ഇത്രയും ഞാൻ പറഞ്ഞത് ഭൗതികമായ അർത്ഥത്തിലുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് ഫർളാണ് എന്നുള്ളതാണ്. അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഡീപ്പായി അറബിയിൽ ഡിഗ്രി PG നേടലല്ല, അടിസ്ഥാനപരമായി നാം കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ലെവലിൽ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം എന്താ? ഒരാൾക്ക് മുസ്ലിം ആണെങ്കിൽ ആദ്യം പറയേണ്ടത് എന്താ? ഷഹാദത്ത് കലിമയാണ്. അവിടുന്ന് തുടങ്ങണം. പിന്നെ അവന്റെ നമസ്കാരം, ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അവന്റെ ദിക്റുകൾ, അവന്റെ ആരാധനാ കർമ്മങ്ങൾ ഓരോന്നും അതിലൊക്കെ അറബി ഭാഷയുമായി ലിങ്കുണ്ട്. അറബി ഭാഷയുമായി ലിങ്ക്ഡാണ് ഒരു വിശ്വാസിയുടെ ലൈഫ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്നു അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ അറബിയാണ്. സ്വർഗത്തിലെ ഭാഷ അറബിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. അലിഫ് ലാം റാ തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ, വ്യക്തമായ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ, അല്ലാഹു പറയാണ് ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഖുർആനൻ അറബിയൻ, എങ്ങനെ? അറബി ഭാഷയിലായതുകൊണ്ട് ലഅല്ലക്കും തഅഖിലൂൻ, അതിൽ നിങ്ങൾക്ക് ചിലത് ചിന്തിക്കുവാനുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ഭാഷകൾ ലോകത്തുണ്ടായിട്ട്, ഇത്രയും വ്യത്യസ്തമായ ആളുകൾ പല രീതിയിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹു അറബി ഭാഷ തന്നെ ഖുർആൻ ഇറക്കുവാൻ തിരഞ്ഞെടുത്തത്? അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറബി മാത്രമേ അറിയായിരുന്നുള്ളൂ. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനാക്കിയത് എന്തുകൊണ്ടാണ്? അറബി ഭാഷ സംസാരിക്കുന്ന ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് സാംസ്കാരികമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമല്ല സൗദി അറേബ്യ. അവിടുത്തെ ഒരു അറബ് ജനത എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അവർ അസാംസ്കാരികതയുടെ പടുകുഴിയിലാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട്? എന്നിട്ട് അള്ളാഹു അവിടെയുള്ള ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ അറബി ഭാഷ തെരഞ്ഞെടുത്തു? അതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, അതിൽ നിങ്ങൾക്ക് ചിലത് ചിന്തിക്കുവാനുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഭാഷകളെ കുറിച്ചുള്ള കമ്പാരിസണിൽ പല രീതിയിലുള്ള പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിവിടെ പ്രധാനപ്പെട്ട ഒന്നാണ് അറബി ഭാഷയുടെ ഈജാസ് എന്ന് പറയുന്നത്. ഒരു കാര്യം പറയുവാൻ, ഒരു വിഷയം അവതരിപ്പിക്കുവാൻ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ, ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഒരു ആശയം അവതരിപ്പിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഷ അറബിയാണ്. അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതകൾ അതിന്റെ ചില ലിറ്ററേച്ചർ ബുക്സിലൊക്കെ, അദബിന്റെ ബുക്സിലൊക്കെ നമ്മങ്ങനെ പരിശോധിച്ചാൽ നൂറുകണക്കിന് കാര്യങ്ങൾ എണ്ണി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമുക്കറിയാവുന്ന, പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തുൽ കൗസർ, സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന സൂറ വിശുദ്ധ ഖുർആനിലെ ഒറ്റ വരിയിലാണ് എല്ലാ ഖുർആനിലും പ്രിന്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്ത് നോക്കൂ, ആ ബ്രാക്കറ്റുകളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ 2 വരിയിൽ കുറച്ച് അതിന്റെ ആശയം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് തീർക്കാൻ സാധിക്കുകയില്ല. സൂറത്തുൽ ഇഖ്ലാസിന്റെ അർത്ഥം
രണ്ട് വരിയിലാണ് സൂറത്തുൽ ഇഖ്ലാസ്, രണ്ട് വരിയിലാണ് ഖുർആൻ പ്രിന്റ് ചെയ്ത് വരിക അറബിയിലാകുമ്പോൾ. അതിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് ആയിരിക്കട്ടെ, മലയാളമായിരിക്കട്ടെ, മറ്റേത് ലാംഗ്വേജ് ആയിരിക്കട്ടെ, 3 വരിയിൽ കുറയാതെ അത് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഇത് വിശുദ്ധ അറബി ഭാഷയുടെ ഒരു ഈജാസ്, സംക്ഷിപ്തമായി പറയുവാൻ, ചുരുക്കി പറയുവാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഷ അറബിയാണ്. അത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അറബി ഭാഷയെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഒരുപാട് വ്യതിരിക്തതകൾ കണ്ടെത്തുവാൻ സാധിക്കും, പ്രത്യേകതകൾ കണ്ടെത്തുവാൻ സാധിക്കും, ഔന്നത്യം കണ്ടെത്തുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അള്ളാഹു അറബി ഭാഷ തെരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥം, നസ്സല റൂഹുൽ അമീൻ, വിശുദ്ധ ആത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖുർആനുമായി അവതരിച്ചിരിക്കുന്നു. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദരിൻ, താങ്കളുടെ ഹൃദയത്തിലേക്ക് താങ്കൾ താക്കീതുകാരനാവുന്നതിന് വേണ്ടി ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ, കളങ്കം ചേരാത്ത അറബി ഭാഷയിൽ, സുവ്യക്തമായ അറബി ഭാഷയിൽ, പൂർണ്ണമായ അറബി ഭാഷയിലാണ് ആ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾക്കറിയാം, നമ്മൾ മലയാളം സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആരെങ്കിലും വരും. നമ്മൾ മലയാളികളായ ആളുകൾ മലയാളം സംസാരിക്കുമ്പോൾ അതിലേക്ക് എത്ര അറബി പദങ്ങളായിരിക്കാം, ഇംഗ്ലീഷ് പദങ്ങളായിരിക്കാം നമ്മൾ അറിയാതെ കയറി വരും. മലയാളത്തിൽ മാത്രം സംസാരിക്കാന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോഴൊക്കെ ഒരു ഗെയിമായിട്ട് കൊടുക്കുന്ന ഒരു സാധനം. കാരണം എന്താ, അത് സാധ്യമാവുന്നില്ല. അതിലേക്ക് മറ്റ് ലാംഗ്വേജുകൾ മിക്സ് ചെയ്ത് വരുന്നു. എന്നാൽ അറബി ഭാഷയ്ക്ക് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, സ്പഷ്ടമായ അറബി ഭാഷയിലാണ് അള്ളാഹു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്. സൂറത്തു ശുഅറായിലെ 195-ാമത്തെ വചനം. അതേപോലെ തന്നെ വകദാലിക അൻസൽനാഹു ഹുക്മൻ അറബിയൻ, അറബി ഭാഷയിലുള്ള ന്യായപ്രമാണമായിക്കൊണ്ട്, അറബി ഭാഷയിലുള്ള ന്യായപ്രമാണമായിക്കൊണ്ട് അള്ളാഹു ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്തു റഅദിലെ 37-ാമത്തെ വാക്യം. സൂറത്തു സുമറിലൂടെ അള്ളാഹു പറയുന്നു, ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജിൻ, വക്രതയില്ലാത്ത, വളവില്ലാത്ത, കൃത്രിമത്വമില്ലാത്ത അറബി ഭാഷയിൽ ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. അതിനൊക്കെ പുറമെ നമുക്കറിയാം, ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരല്പം ടേസ്റ്റ്, ഒരല്പം താല്പര്യം അതിനകത്ത് ഉണ്ടെങ്കിൽ ആർക്കും അത് പഠിക്കാൻ പറ്റും. മലയാളം പഠിച്ച അനറബി മലയാളികളല്ലാത്ത എത്ര ആളുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും? മലയാളം പഠിച്ച മലയാളികളല്ലാത്ത ആളുകൾ വളരെ കുറച്ച്, അപൂർവമായിട്ട്. അങ്ങനെ മലയാളം സംസാരിക്കുന്ന ഒരു സായിപ്പിനെയോ ഒരു അറബിയോ കണ്ടാൽ അതൊരു വാർത്തയാണ്. കാരണം അത്ര ടഫാണ് നമ്മുടെ ലാംഗ്വേജ് വേറൊരാൾ പഠിച്ചെടുക്കാതെ. നമുക്കറിയാലോ, വളരെ കുറച്ച് ആളുകൾ ഒറ്റപ്പെട്ട ചില പദങ്ങളൊക്കെ ഇങ്ങനെ പറയും. കൃത്യമായി മലയാളം സംസാരിക്കുന്ന മലയാളികളല്ലാത്ത ആളുകൾ അപൂർവമായിട്ട് ഉണ്ടാവുന്നു. ഉണ്ടെങ്കിൽ അതൊരു വാർത്തയാണ്. എന്നാൽ അറബി സംസാരിക്കുന്ന എത്ര മലയാളികളുണ്ട്? അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് എളുപ്പമാണ്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് എളുപ്പമാണ്. ഖുർആൻ ആ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഈ യാഥാർത്ഥ്യം പറയുന്നുണ്ട്. സൂറത്തുൽ ഖമറിൽ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആനിനെ തീർച്ചയായിട്ടും പഠിക്കുന്ന ആളുകൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. നിങ്ങൾ അതിന് തയ്യാറുണ്ടോ? എത്ര കാലമായി നമ്മൾ പറ്റുന്നില്ല കഴിയുന്നില്ല എന്ന് ന്യായം പറഞ്ഞ് ഈ ഖുർആന് മുമ്പ് നടക്കുന്നത്. എന്നാൽ വേണമെങ്കിൽ പറ്റുമെന്നുള്ളതിന് എത്രയോ തെളിവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ തെളിവുകളുണ്ട്. വേണമെങ്കിൽ അറബി ഭാഷ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അറബിയിൽ ജനിച്ചു വളർന്നവരല്ല ഈ അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവരൊന്നും. അവർക്കത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു പരിശ്രമത്തിലൂടെ ഒരാൾക്ക് സാധിച്ച ഒരു കാര്യം മറ്റുള്ളവർക്കൊക്കെ പ്രാക്ടിക്കലാക്കാൻ സാധിക്കുമെന്നുള്ളത് അടിസ്ഥാനപരമായി മനഃശാസ്ത്രത്തിലെ ഒരു തിയറിയാണ്. അപ്പൊ നമുക്കൊക്കെ വേണമെങ്കിൽ, പക്ഷെ നമ്മുടെ നീഡാണ് പ്രധാനം, നമ്മുടെ ആവശ്യബോധമാണ് പ്രധാനം. എനിക്കത് വേണം. എനിക്ക് കാലാകാലം ഇങ്ങനെ ഖുർആൻ കേട്ടാൽ മാത്രം പോരാ. ഖുർആൻ കേട്ടത് മനസ്സിലാവുന്ന സൂറത്തു തീനോ, സൂറത്തുൽ ബലദോ, സൂറത്തുൽ ഗാശിയയോ, സൂറത്തുൽ റഹ്മാനോ, സൂറത്തുൽ ലുക്മാനോ, സൂറത്തുൽ ബഖറയോ, സൂറ ആലി ഇംറാനോ ഇമാമ് മിഹ്റാബിൽ വെച്ച് ഓതുമ്പോ
അത് കേട്ടാൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അറബി ഭാഷ എനിക്കൊന്ന് പഠിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാണ്. പക്ഷേ നമ്മൾ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു തീരുമാനം നമ്മളെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ സാധിക്കും. അത്രയും പ്രാധാന്യവും പ്രത്യേകതയുമുള്ള ഭാഷയാണ് അറബി ഭാഷ. ഈ അറബി ഭാഷയെ കുറിച്ചാണ് ലോകത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഈ ഭാഷ എന്നും നിലനിൽക്കുമെന്നുള്ളത്. നോക്കൂ, നിങ്ങൾ 1400 അല്ലെങ്കിൽ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഒരു ഭാഷ ആ രീതിയിൽ ഇന്ന് നിലവിലില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട അറബി അല്ലാത്ത പല സാഹിത്യ ഗ്രന്ഥങ്ങളും ഇന്ന് അതിന്റെ എക്സ്പേർട്സിനല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അന്നത്തെ 100 കൊല്ലം മുമ്പ്, വെറും 100 കൊല്ലം മുമ്പ്, ഇപ്പൊ നമ്മളെ മലയാള പത്രങ്ങളിലൊക്കെ ചില 100 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ ചില കോളങ്ങൾ വരാറുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള വാർത്ത ചില പ്രത്യേക പത്രങ്ങളിലൊക്കെ ഒരു 2 വാചകം കൊടുക്കും. 100 കൊല്ലം മുമ്പുള്ള വാർത്ത. ആ വാർത്ത നമ്മളിങ്ങനെ വായിച്ചാൽ എന്തിന് 25 കൊല്ലം മുമ്പുള്ള കുറുക്കല്യാണ കത്തുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രോഗ്രാമിന്റെ ലെറ്റർ ഉണ്ടല്ലോ, ഒരു നോട്ടീസ് ഉണ്ടല്ലോ, ആ നോട്ടീസ് എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷിൽ 100 കൊല്ലം മുമ്പുള്ളത് വായിക്കണമെങ്കിൽ അതിന്റെ ഡിക്ഷണറി വേണം. അന്നത്തെ പദങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ വേണം. അതിന്റെ സ്കോളേഴ്സ് അത് പറയണം. എന്നാൽ അറബി ഭാഷ അന്നും ഇന്നും അതിന്റെ തനിമയോടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അതെന്തുകൊണ്ട്? ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് അറബിയിലായതുകൊണ്ട് അറബി ഭാഷയെ അള്ളാഹു നിലനിർത്തുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ഖുർആൻ നിലനിർത്തേണ്ടത് ഈ സമൂഹത്തിന്റെ, ഈ ഉമ്മത്തിന്റെ, വിശ്വാസികളുടെ ആവശ്യമാണ്, ലോകത്തിന്റെ ആവശ്യമാണ്. ആ ഖുർആനെ നിലനിർത്തുവാൻ അള്ളാഹു അറബി ഭാഷയെ നിലനിർത്തും. ലോകത്ത് മരിച്ചുപോയ എത്രയോ ഭാഷകളുണ്ട്, എത്രയോ ഭാഷകൾ ഇന്ന് ലോകത്ത് ഇല്ല. ലോകത്തുണ്ടായിരുന്ന പല ഭാഷകളിൽ പലതിനും ഇന്ന് ലിപിയില്ല. ചിലത് സംസാരിക്കുന്ന ഭാഷകൾ മാത്രമാണ്. സംസാരിക്കുന്നത് എഴുതുന്നതുമായ എത്രയോ ഭാഷകൾ ആ സമൂഹത്തോടൊപ്പം അസ്തമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. എന്നാൽ അറബി ഭാഷ അന്നത്തെ അതേ പവിത്രതയോടെ, അതേ വ്യക്തതയോടെ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ആ ഭാഷയിലാണ് എന്നതുകൊണ്ടാണ്. അറബി ഭാഷയ്ക്ക് മാത്രമുള്ള ഒരുപാട് പ്രത്യേകതകൾ ഞാൻ സൂചിപ്പിച്ചു. സ്വാദ് കഴിഞ്ഞാൽ ദ്വാ എന്ന് പറയുന്ന അക്ഷരം, അങ്ങനെ ഒരു ലെറ്റർ, സ്വാദിന് ശേഷം നമ്മൾ എഴുതുന്ന ഒരു ഡോട്ട്, ഒരു പുള്ളിയിട്ടിട്ടുള്ള ദ്വാ, അത് വായിക്കുന്നതിന് ചില ആളുകൾ പ്രത്യേകിച്ച് പല രീതിയിൽ നമ്മളോട് വായിക്കാറുണ്ട്. അത് വായിക്കുന്നതിന്റെ കൃത്യമായ ശാസ്ത്രമനുസരിച്ച് അങ്ങനെ അതേ ഉച്ചാരണത്തോടെ ഒരു ഭാഷയിലും അങ്ങനെ ഒരു അക്ഷരമില്ല, ദ്വാ എന്ന് പറയുന്ന അക്ഷരം. അതുകൊണ്ട് തന്നെ അറബി ഭാഷക്കുള്ള മറ്റൊരു പേരാണ് ലുഗത്തു അദ്വാദ്. ആ ഭാഷക്കുള്ള ഒരു പേര്. കാരണം എന്താ? അങ്ങനെ 28 അക്ഷരങ്ങളിൽ ഒന്നായ ഈ ദ്വാ എന്ന് പറയുന്ന അക്ഷരം അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ഭാഷയിലും ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഭാഷയിലുണ്ട്. അവിടെ നമ്മൾ എണ്ണി നോക്കും, എല്ലാ അക്ഷരങ്ങളും ഏറെക്കുറെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു അക്ഷരം മറ്റൊരു ഭാഷയിലും ഇല്ല. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഈ ഭാഷ, ആ ഭാഷയുടെ സാധ്യതകൾ ഉൾക്കൊള്ളുക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചത് മതപരമായി തന്നെ നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളുക. അറബി ഭാഷയെ കുറിച്ചുള്ള കവിതയിൽ ലോക പ്രശസ്ത സാഹിത്യകാരൻ, അറബി സാഹിത്യത്തിലെ മുടിചൂടാ മന്നൻ എന്നറിയപ്പെടുന്ന ഹാഫിദ് ബാക്ക് ഇബ്രാഹിം, അദ്ദേഹം ഈജിപ്ഷ്യൻ കവിയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അതിന്റെ പേര് തന്നെ അൽ-ലുഗത്തുൽ അറബിയ എന്ന്. ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് ലുഗത്തുൽ അറബിയ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വസിഅതു കിതാബല്ലാഹി ലഫ്ളൻ വഗായതൻ വമാ ലിഖ്തു അൻ അയ്യിൻ ബിഹി വഇലാത്ത്. വസിഅതു കിതാബല്ലാഹി, ഞാൻ ആ അറബി ഭാഷ ഇവിടെ നാവിലൂടെയാണ് ഹാഫിദ് കവിത ചൊല്ലുന്നത്. അഥവാ അറബി ഭാഷ സംസാരിക്കുക, അറബി ഭാഷയുടെ സംസാരമാണ്. എന്താ അറബി ഭാഷ പറയുന്നത്? ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അഥവാ വിശുദ്ധ ഖുർആൻ ഇറക്കുവാൻ മാത്രം വിശാലമായി മാറി. എന്നെയാണല്ലോ അള്ളാഹു തെരഞ്ഞെടുത്തത്. എന്തിന്? ഖുർആനിന്
ഭാഷാരൂപം നൽകുവാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് തന്നെയാണ്. അത്രയും വിശാലത എനിക്ക് കൈവന്നു. ലഫ്ളം വഗായത്തൻ, അതിന്റെ പദങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള വിശാലതയും അതിന്റെ ലക്ഷ്യം ഉൾക്കൊള്ളുവാനുള്ള വിശാലതയും എനിക്കുണ്ടായി എന്നുള്ളത് എന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഒരു ലക്ഷ്യത്തിനും ഞാൻ കുടുസായി പോയിട്ടില്ല. അഥവാ അള്ളാഹുവിന് പറയേണ്ടുന്ന കാര്യങ്ങൾ മാനവരാശിയോട് സംസാരിക്കുവാൻ മാത്രമുള്ള വിശാലത ലോകത്തുണ്ടായത് എനിക്ക് മാത്രമാണല്ലോ എന്ന് അഭിമാനത്തോടെ പറയുന്ന ലോകത്തുള്ള അറബിയ. പക്ഷെ ഇന്ന് പിന്നീട് അതിന് സംഭവിക്കുന്ന ചില പരിമിതികളെ കുറിച്ചാണ് അദ്ദേഹം അതിൽ വിലപിക്കുന്നത്. അപ്പോ ആ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആന്റെ അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അറബി ഭാഷ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹു അറബി ഭാഷ തെരഞ്ഞെടുത്ത്. അതിലുള്ള ഇലാത്തുകൾ, ഖുർആനിലുള്ള ഇലാത്തുകൾ, ഉപദേശങ്ങൾ എല്ലാം മാനവരാശിക്ക് അനുകൂലമാകുന്ന, മാനവരാശിയെ പരിഷ്കരിക്കുന്ന, മനുഷ്യ സമൂഹത്തിന് നന്മ നൽകുന്ന, നന്മ നേരുന്ന, മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങളാണ്, കഥകളാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ വായിച്ച ഒരാൾ സംസ്കാര സമ്പന്നനായി മാറുന്നത്. ഇന്ന് മലയാളക്കരയില് AC റൂമില് ക്യാമറയ്ക്ക് മുൻപിൽ ഇരുന്നു കൊണ്ട് വലിയ വായിൽ സംസാരിക്കുന്ന ചില ആളുകൾ ചോദിക്കാണ്, ഖുർആനിൽ ഉപകാരപ്രദമായ, ജനോപകാരപ്രദമായ എന്താണുള്ളത് എന്ന്. വിശുദ്ധ ഖുർആനിൽ ജനോപകാരപ്രദമായ, മനുഷ്യന് ഉപകാരപ്രദമായ എന്താണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളോട് വിശുദ്ധ ഖുർആനിന് നൽകുവാനുള്ള മറുപടിയും ഒരു തവണയെങ്കിലും ഖുർആൻ വായിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഖുർആനിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച ആളുകൾ, അവര് ഇന്ന് മലയാളക്കരയിലായിരിക്കട്ടെ ലോകത്തായിരിക്കട്ടെ നന്മയുടെ കാര്യത്തിൽ എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നു. ഈ പറയുന്ന ആളുകൾ വിടുവായുത്തം പറയുമ്പോ ജനങ്ങൾക്കിടയിലുള്ള യാഥാർത്ഥ്യങ്ങൾ അവരൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. എയ്ത്തിസത്തിന്റെ പേരിൽ, നിരീശ്വരവാദത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ. നമ്മള് വയനാട് ദുരന്തം ഉണ്ടായപ്പോ, നമ്മുടെ നാട്ടിലൊരു കുട്ടിക്ക് അസുഖം വന്നപ്പോ റഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൗദി അറേബ്യയിലെ ജയിലിൽ പെട്ടപ്പോ ഇവിടെയൊക്കെ മുസ്ലിങ്ങളായ ആളുകൾ കാണിച്ച ഉദാരതയ്ക്ക് അവർക്ക് ലഭിച്ച പ്രോത്സാഹനം എവിടുന്നായിരുന്നു? ഖുർആനിൽ നിന്നല്ലേ? ഖുർആന്റെ താല്പര്യം കൊണ്ടല്ലേ, ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ നന്മയിലേക്കൊക്കെ മുന്നിട്ടിറങ്ങുന്നത്? അതുകൊണ്ടല്ലേ ആ ഖുർആനോട് പറഞ്ഞത് അഹ്സിനു ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന. ഈ ദുനിയാവില് നല്ലത് ചെയ്ത ആളുകൾക്കൊക്കെ അതിന്റെ നന്മ ലഭിക്കും. നന്മ ചെയ്യാൻ വേണ്ടി ഖുർആൻ മനുഷ്യനെ നിരന്തരം പ്രോത്സാഹിപ്പിക്കും. എത്രയെത്ര നന്മകൾ, എത്രയെത്ര നന്മകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഖുർആനിൽ കാണുവാൻ സാധിക്കുക. എത്ര രീതിയിലാണ് ഖുർആന്റെ നന്മകളെ നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കുക. എത്ര നമുക്ക് എണ്ണി പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ചെയ്യുന്നത് സദക്കയാവുകയില്ല, പുണ്യമാവുകയില്ല. അയൽക്കാരനോട് കാണിക്കേണ്ട മര്യാദ, അഗതികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതിനെ കുറിച്ച്, പാവപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതിനെ കുറിച്ച് എന്താണ് മതം എന്ന് പഠിപ്പിക്കുന്നത് ഖുർആൻ പറയുന്നത്. മതത്തെ നിഷേധിച്ചവൻ യത്തീമിനെ തള്ളിക്കളയുന്നവനാണ്. അഥവാ മതം ഉണ്ടാവണോ അവൻ യത്തീമിനെ സംരക്ഷിക്കണം. ഒരു മതമുള്ളവൻ അഗതികൾക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും വേണം. നന്മയുടെ ഏത് തലമാണ് ഇസ്ലാം പരാമർശിക്കാത്തത്? അബാദറിനോട് ഖുർആൻ പറഞ്ഞല്ലോ, യാ അബാദർ ഇദാ തബഹത മിർഖതൻ ഫഖതിർ മാഅ വതഅദ ജീറാനക. കറി ഉണ്ടാക്കിയാൽ അതിൽ വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽക്കാരന് കൊടുക്കണം. ഇതൊന്നും നന്മയല്ലത്രേ. ഖുർആനിൽ ഒരു നന്മയും കാണാൻ സാധിക്കില്ലത്രേ. ഖുർആനിൽ മനുഷ്യോപകാരപ്രദമായ ഒരു പരാമർശവും ഇല്ലത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യതയാണ് ആ ഖുർആൻ തുറന്നു നോക്കി അത് പഠിച്ച് അതിലെ നന്മകളെ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അതിന്റെ പ്രചാരകരായി മാറുക എന്നുള്ളത്. നമ്മളെല്ലാവരും ഖുർആനിന്റെ ജീവിക്കുന്ന കോപ്പികളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലൂടെ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ നമുക്ക് സാധിക്കും. അതിന് നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله الواحد القهار الذي الغفار والصلاة والسلام على من أرسله الله كافة الناس بالتبشير والإنذار وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض ما طاعت بالظلمات والأرض ما طاعت بالظلمات والأرض ما طاعت بالظلمات والأرض ما طاعت بالظلمات